അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് സ്തുതി, സ്തോത്രം, ബഹുമാനം ഒക്കെ ഞാൻ അർപ്പിക്കുന്നു. ഈ ബൈബിൾ ക്ലാസ്സിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ശീഘ്രം പുനരാഗമിക്കുന്ന നമ്മുടെ അരുമ മണവാളനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മെ ഇതുവരെ മൂടി മറച്ചു. ഈ മരുഭൂമിയിലെ ഉഷ്ണക്കാറ്റുകളൊന്നു വീശി നമ്മൾ തളർന്നു വീഴാതെ അവിടുന്ന് വിരിക്കപ്പെട്ട ചിറകടിയിൽ നമ്മെ മറച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി, എല്ലായിടത്തും രാത്രി അല്ലെന്ന് തിരിച്ചറിയുന്നു, നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ പാദങ്ങളിലായിരിക്കാൻ ദൈവം നമുക്ക് വിശ്വാസവും ഭക്തിയുമൊക്കെ ശേഷിപ്പിച്ചല്ലോ. സമയത്തെ നമുക്ക് വേർതിരിച്ച് തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവവചനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. എബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണല്ലോ നമ്മുടെ ചിന്താവിഷയം. ഒന്നും കൂടെ നമുക്ക് ആ വാക്യം വായിക്കാം. For he who sanctifies and those who are sanctified all have one source. That is why he is not ashamed to call them brothers. നാം അതിൻ്റെ ആദ്യ ഭാഗമാണല്ലോ ഇപ്പോൾ ചിന്തിക്കുന്നത്. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവ്. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് നാം ആ ഭാഗമാണ് ചിന്തിക്കുന്നത്. ഇന്നലെ ഒടുവിൽ നമ്മൾ ചോദ്യോത്തര ഭാഗത്തേക്ക് വന്നപ്പോൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് അകലാതെ തന്നെ അതിന് പുറത്തുള്ള ചില വിഷയങ്ങളെയും കൂടെ കൈകാര്യം ചെയ്തു. അതിൽ ഞാൻ ആഗ്രഹിക്കാതെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ നിങ്ങളോട് പങ്കുവച്ചു. പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് പോയി. ഞാൻ താല്പര്യപ്പെടാത്തതാണ്, സദയം ക്ഷമിച്ചാലും. അതിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വിശുദ്ധീകരണം എന്ന വിഷയമായിരുന്നു. ദൈവത്തിനായി വേർതിരിക്കപ്പെടുന്ന, മാറ്റിവെക്കപ്പെടുന്ന അവസ്ഥ. അതിന് 2 തലങ്ങൾ ഉള്ളതായി നമ്മൾ കണ്ടു. ദൈവം തനിക്കായിട്ട് ചിലരെ മാറ്റിവെക്കുന്നു, ചിലർ അവരവരെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നു. ഇതിൽ ഏറെ പ്രാധാന്യമുള്ളത് ഏതാണ്? ദൈവം മാറ്റിവെക്കുന്നു എന്നുള്ളതാണോ, അതോ അവരവർ തങ്ങളെ തന്നെ ദൈവത്തിനായി മാറ്റിവെക്കുന്നു എന്നുള്ളതാണോ? അതെ, സ്തോത്രം. അവരവർ തങ്ങളെ തന്നെ. രണ്ടാമത്തേതാണ് കൂടുതൽ പ്രാധാന്യം. ദൈവം വേർതിരിക്കുന്നതിന് പ്രാധാന്യമില്ല എന്നാരും കരുതരുത്. കൂടുതൽ പ്രാധാന്യം. അതായത് ദൈവം നമ്മെ ദൈവത്തിനായിട്ട് വിളിക്കുന്നു, വേർതിരിക്കുന്നു. പക്ഷേ നമ്മൾ തങ്ങളെ തന്നെ സമർപ്പിക്കാത്തിടത്തോളം ദൈവം നമ്മെ വിളിക്കുന്നത് കൊണ്ടോ വേർതിരിക്കുന്നത് കൊണ്ടോ പ്രയോജനമില്ല എന്നതാണ് അർത്ഥം. സ്തോത്രം. അപ്പോൾ ഞാനതിന് ബൈബിൾ സ്കൂളുകളിലും സുവിശേഷകന്മാരുടെ യോഗങ്ങളിലുമൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിലൊരു ചോദ്യം പരിശുദ്ധാത്മാവെന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. പുസ്തകങ്ങളിൽ നിന്നോ പ്രസംഗങ്ങളിൽ നിന്നോ പഠിച്ചതല്ല.
പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചതനുസരിച്ച് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, കോളിംഗ് ഓർ കമ്മിറ്റ്മെന്റ്? ഇതിലേതാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്? വിളിയാണോ സമർപ്പണമാണോ? നമ്മൾ ഉത്തരം സമർപ്പണം. നമ്മൾ ഉത്തരം കണ്ടു കഴിഞ്ഞു. സമർപ്പണമാണ്. സ്തോത്രം, സമർപ്പണമാണ്. എത്ര വിളി നമ്മുടെ മേലുണ്ടായാലും സമർപ്പണമില്ലെങ്കിൽ ആ വിളി കൊണ്ട് പ്രയോജനമില്ല. സ്തോത്രം. അപ്പം രണ്ട് രീതിയിൽ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്ന അവസ്ഥയാണ് പറഞ്ഞത്. ദൈവം നമ്മളെ ദൈവത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നു, വിളിക്കുന്നു, വേർതിരിക്കുന്നു. രണ്ട്, നമ്മൾ തന്നെ സ്വയമായി ദൈവത്തിന് വേണ്ടിയിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് യോഹന്നാൻ 15:16 15-16 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല എന്നല്ല, പിന്നെ I have chosen you. Yes, I have chosen you that you may go and bear fruits, and your fruit may sustain. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പോയി ഫലം കായ്ക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണം. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നു, വേർതിരിക്കുന്നു, മാറ്റിവെക്കുന്നു. അത് തിരിച്ചറിഞ്ഞിട്ട് അവരവര് തന്നെ തങ്ങളെ സമർപ്പിക്കുന്നു. അതിന് നല്ല ഉദാഹരണമായി നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത് മക്കദോന്യ സഭകളെ കുറിച്ചായിരുന്നു. അവർ തങ്ങളെ തന്നെ ആദ്യം ദൈവത്തിന് സമർപ്പിച്ചു. സ്തോത്രം. അപ്പൊ ദൈവം നമ്മിൽ നിന്നും ഏറ്റവും ആദ്യം ആഗ്രഹിക്കുന്നത് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. അവരവരെ തന്നെ. ഇതുവരെയും ദൈവത്തിനായി തങ്ങളെ തന്നെ സമർപ്പിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, കാണുന്നെങ്കിൽ, ദൈവം നമ്മുടെ പണത്തേക്കാൾ, ശുശ്രൂഷകളേക്കാൾ, നമ്മുടെ വീടിനേക്കാൾ, വണ്ടിയേക്കാൾ ഒക്കെ ആദ്യമായി ആഹ്വാനം ചെയ്യുന്നത്, സ്തോത്രം, നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കുക എന്നതിന്. സ്തോത്രം. അങ്ങനെയാകുമ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ നമുക്കുള്ളതും എല്ലാം ദൈവത്തിൻ്റെതാകും. അപ്പോൾ ദൈവത്തിൻ്റെതിൽ നിന്ന് എടുത്ത് ദൈവത്തിനായിട്ട് ചിലവിടുവാൻ ഒരു പ്രയാസവും കാണില്ല. സ്തോത്രം. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? ഒന്നുമില്ല എന്ന് കരുതുന്നു. വീണ്ടും 10-ാം വാക്യത്തിലേക്ക് എങ്കിൽ നമ്മൾ മടങ്ങി വരികയാണ്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും പൊതുവായിട്ടുള്ള വസ്തുതകളെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ എബ്രായ ലേഖന കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. സ്തോത്രം. വിശുദ്ധീകരിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. വിശുദ്ധീകരിക്കുന്നവൻ
എന്നവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്നും നമ്മൾ കണ്ടു. അവിടെ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ. സ്തോത്രം. നമുക്കറിയാം, സകല മനുഷ്യരും പാപത്തിന്റെ കീഴിലാണ്. യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ, ജ്ഞാനിയെന്നോ ബർബരനെന്നോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും പാപത്തിന് കീഴിൽ ആണ്. പാപത്തിന് കീഴിലാണ്. ഈ സകല മനുഷ്യരെയും വിശുദ്ധീകരിക്കുന്നതിനുള്ള പല മാധ്യമങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാം. വിശുദ്ധീകരണത്തിന്റെ മാധ്യമങ്ങൾ പലതുണ്ട്. മീഡിയാസ് ഓർ ഏജൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. ഞങ്ങളുടെ ചെറിയ കൂടിവരവിൽ ഞങ്ങൾ കൊറോണ കാലങ്ങളിലായിട്ട് ഏറെ ദിവസങ്ങൾ പഠിച്ച ഒരു വിഷയമാണ് സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളത്. അതിൽ ഞങ്ങൾ മനസ്സിലാക്കി ദ ഏജൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിന്റെ മാധ്യമങ്ങൾ. സ്തോത്രം. ദൈവം, ക്രിസ്തു, യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ രക്തം, പരിശുദ്ധാത്മാവ്, ദൈവവചനം എന്നിങ്ങനെ ഇതെല്ലാം വിശുദ്ധീകരണത്തിന്റെ മാധ്യമങ്ങളാണ്. All these are the agents of sanctification. 1 തെസ്സലോനിക്കർ 5:23 നമ്മൾ കാണുന്നു. 1 Thessalonians 5:23. Now may the God of peace himself sanctify you completely, and may your whole മതി. Here the agent of sanctification or sanctification is effected by God himself. ഇവിടെ ദൈവമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. ദൈവമാണ് വിശുദ്ധീകരണത്തിന്റെ ചാല് അഥവാ മാധ്യമം. അതാണ് നാം 1 തെസ്സലോനിക്കർ 5:23 കണ്ടത്. അത് തന്നെ യോഹന്നാൻ 17:17 നമുക്ക് കാണാം. പിതാവിനോട് പുത്രന്റെ അപേക്ഷ, സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമല്ലോ. സ്തോത്രം. അപ്പോൾ പിതാവായ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നു. 2, യേശുക്രിസ്തു നമ്മെ വിശുദ്ധീകരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം തന്നെ അതിന് ആധാരമാണ്. എബ്രായർ 2:11, ഹീബ്രൂസ് 2:11. ഒപ്പം എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിലും 13-ാമത്തെ അധ്യായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം 10:10 Hebrews. By the which will we are sanctified through the offering of the body of Jesus Christ once and for all. Praise God. യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. We are sanctified once and for all, forever, by the offering up of that particular sacrifice of his own physical body. സ്തോത്രം. അതുപോലെ തന്നെ 13:12 കൂടെ വായിച്ചാട്ട് 13:12 ഹീബ്രൂസ്.
Wherefore Jesus also, that he might sanctify the people with his own blood, suffered without the gate. Jesus sanctifies his people with his own blood. സ്വന്ത രക്തത്താൽ യേശുക്രിസ്തു നമ്മെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ പിതാവ്, ക്രിസ്തു. 3, പരിശുദ്ധാത്മാവ്, ദ ഹോളി സ്പിരിറ്റ്. വിശുദ്ധീകരണത്തിന്റെ മൂന്നാമത്തെ മാധ്യമമാണ് പരിശുദ്ധാത്മാവ്. 1 കൊരിന്ത്യർ 6:11, 1 Corinthians 6:11. കേട്ടില്ലേ? And such were some of you, but you were washed, you were sanctified, you were justified in the name of the Lord Jesus Christ and by the Spirit of our God. By the Spirit of our God you are sanctified. പരിശുദ്ധാത്മാവിനാലുള്ള വിശുദ്ധീകരണം. പരിശുദ്ധാത്മാവിനാലുള്ള വിശുദ്ധീകരണം. Romans 15:16, റോമർ 15:16. Be a minister of Christ Jesus to the Gentiles in the priestly service of the gospel of God, so that the offering of the Gentiles may be acceptable, sanctified by the Holy Spirit. Praise God. ഇവിടെ പൗലോസ് പറയുന്നത് ജാതികളുടെ മാനസാന്തരത്തെക്കുറിച്ചാണ്. അല്ലാതെ ജാതികളെ പിടിച്ച് യാഗപീഠത്തിൽ രക്തമൊഴുക്കി ഹ്യൂമൻ സാക്രിഫൈസ് കഴിക്കുന്നതിനെ കുറിച്ചല്ല. മനുഷ്യനെ കുരുതി കഴിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പൗലോസ്, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ, പൗലോസ് ഇവിടെ ഒരു പുരോഹിതനായി അല്ലെങ്കിൽ ഒരു മഹാപുരോഹിതനായി ഒരു യാഗകർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരു യാഗം, സാക്രിഫൈസ് കഴിക്കുന്ന ഒരു ശുശ്രൂഷയില്ല. പക്ഷേ വാട്ട് ഈസ് ദ ഓഫറിംഗ് ഇൻ ദ സാക്രിഫൈസ്? ഈ യാഗത്തിൽ യാഗവസ്തു എന്താണ്? വന്നാട്ടെ. The people. People, which people? Especially Gentiles. Gentiles. അപ്പൊ ജാതികൾ എന്ന യാഗം ദൈവത്തിന് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് സ്വീകാര്യമായി തീരുന്നു. സ്തോത്രം. മലയാളത്തിൽ 15 15-ന്റെ മലയാളത്തിൽ 15-ാം വാക്യമാണ്. ഓക്കെ, വായിച്ചോളൂ. മലയാളത്തിലും കൂടെ ഒന്ന് വായിച്ചു. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിക്കും. ഞാനൊരു പുരോഹിതനാ. പൗലോസ് പറയുകയാണ്, ഞാനൊരു പുരോഹിതൻ. പുതിയ നിയമത്തിൽ നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. നമുക്ക് പുരോഹിതന്മാരെന്ന നിലയിൽ അർപ്പിക്കാൻ യാഗങ്ങളുണ്ട്. നമുക്കിവിടെ 4 കാലും വാലുമുള്ള മൃഗവും അല്ലെങ്കിൽ പിന്നെ പക്ഷികളുമൊന്നുമല്ല യാഗവസ്തുക്കൾ. പല യാഗവസ്തുക്കളുണ്ട്. അതിലിവിടെ പറയുന്ന യാഗവസ്തു ജാതികൾ എന്ന യാഗവസ്തുവാണ്. സുവിശേഷീകരണത്തെ പറ്റിയും സുവിശേഷത്താൽ ജാതികൾ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. പൗലോസ് അതിനെ ഒരു പൗരോഹിത്യ ഭാഷയിൽ പറഞ്ഞെന്നേ ഉള്ളൂ. ഇപ്പൊ ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടണം. ദൈവത്തിനത് സുഗ്രാഹ്യമായി തീരണം. മലയാളത്തിൽ 15-ാം വാക്യവും ഇംഗ്ലീഷിൽ
16 വാക്യവുമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ഏജന്റ്, നമ്മെ വിശുദ്ധീകരിക്കുന്ന മൂന്നാമത്തെ മാധ്യമം പരിശുദ്ധാത്മാവ്. ചേർത്ത് വെച്ചാൽ നമുക്ക് പറയാം ത്രിയേക ദൈവം ഒരുപോലെ നമ്മെ വിശുദ്ധീകരിക്കുന്നു. സ്തോത്രം. നാലാമത്തേത്, the fourth agent of sanctification is the word of God. ദൈവവചനമാണ് നാലാമത്തെ മാധ്യമം. നമ്മെ വിശുദ്ധീകരിക്കുന്ന നാലാമത്തെ മാധ്യമം ദൈവത്തിന്റെ വചനം. യോഹന്നാൻ 17:17, 17:17 ജോൺ. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. യോഹന്നാൻ 15:2 കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. സ്തോത്രം. അതെ, അപ്പോൾ 15:3 ദൈവവചനത്താലുള്ള ശുദ്ധീകരണം, ദൈവവചനത്താലുള്ള ശുദ്ധീകരണം. അതുകൊണ്ടാണ് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞൊരു കാര്യം, ഒരു പ്രായമുള്ള ഒരാള്, ഞാൻ കേട്ടിട്ടുമുണ്ട് വായിച്ചിട്ടുമുണ്ട്, ഒരു ചെറുപ്പക്കാരനായ ഒരാൾക്കൊരു ബൈബിൾ കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ആ ബൈബിള് തിരിച്ചു കൊണ്ടുവന്ന് അപ്പച്ചന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അപ്പച്ച ക്ഷമിക്കണം, ഇത് മറ്റാർക്കെങ്കിലും കൊടുത്തേരാ, എനിക്കിത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല, വെറുതെ എന്തിനാ ഞാനിത് വെച്ചേക്കുന്നേ, ഞാൻ ഒത്തിരി ശ്രമിച്ചു, എനിക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ല, മറ്റാർക്കെങ്കിലും കൊടുത്തേ. അപ്പച്ചൻ പറഞ്ഞു, കുഴപ്പമില്ല മോനെ, അതവിടെ വെച്ചേരാ. ഇവൻ പോകാൻ ഒരുങ്ങിയപ്പോ പറഞ്ഞു, ഒരു ഉപകാരം ചെയ്തിട്ട് പോണം. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടായിരിക്കും. അപ്പം പയ്യൻ ചോദിച്ചു, അപ്പച്ച എന്തുവാ? അത് മോനെ, ഈ ബക്കറ്റിനകത്ത് ഇച്ചിരി വെള്ളം പിടിച്ചോണ്ട് വരണം. അതിനെന്താ പറഞ്ഞു, വെറുതെ ബക്കറ്റിനകത്ത് വെള്ളം പിടിച്ചോണ്ട് വരികയല്ല, ഈ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കേണ്ടത് ഒരു കൊട്ടയും കൊണ്ട് കോരി ഒഴിച്ച ഒരു കൊട്ടയും കൊണ്ട് വെള്ളം ആ തടാകത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ടാങ്കിൽ നിന്ന് കോരി ഈ ബക്കറ്റിനകത്തിൽ ഒഴിച്ച് എനിക്ക് കൊണ്ടുത്താ. പയ്യൻ വിചാരിച്ചു ബൈബിള് തിരിച്ചു കൊടുത്ത കേടങ്ങ് തീർക്കാം, അപ്പച്ചന് ഇച്ചിരി വെള്ളം പിടിച്ചു കൊടുക്കാം. പക്ഷേ ഇവന്റെ വിയർപ്പ് പോയതല്ലാതെ നമുക്കറിയാം, കൊട്ടയും കൊണ്ട് കോരി ബക്കറ്റിൽ വെള്ളം നിറയ്ക്കാൻ ഒക്കത്തില്ല. പരാജയപ്പെട്ട് ഇളിഭ്യനായിട്ട് അപ്പച്ചൻ്റെ അടുത്ത് തിരിച്ചു വന്നു. തല ചൊറിഞ്ഞ് തല കുനിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, നിന്നെ കൊണ്ട് ഒക്കത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. നിന്നെ കൊണ്ടല്ല, എന്നെ കൊണ്ടും ഒക്കത്തില്ല. നമ്മളെ ആരെയും കൊണ്ട് ഇത് പറ്റുന്ന പരിപാടിയല്ല. പക്ഷേ വെള്ളം കോരി നിറയ്ക്കാൻ പറ്റിയില്ലെങ്കിലും നീ ഇപ്പോഴാ കൊട്ടയൊന്ന് നോക്കിക്കേ, കൊട്ടയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഏറ്റവും പ്രധാന വ്യത്യാസം എന്തുവാ? വൃത്തിയായി, ക്ലീനായി. പല പ്രാവശ്യം വെള്ളത്തിൽ മുക്കുകയും പൊക്കുകയും ചെയ്തപ്പോൾ ഈ കൊട്ടയിലെ അഴുക്കൊക്കെ അങ്ങ് പോയി. വെള്ളം കോരി നിറയ്ക്കാൻ പറ്റിയില്ലെങ്കിലും അഴുക്കെല്ലാം പോയി, വൃത്തിയായി. ഇതുപോലെ മോനെ, ഈ ബൈബിള് വായിച്ചാൽ നിനക്ക് ചിലപ്പം മനസ്സിൽ നിൽക്കത്തില്ല, മനസ്സിലാകത്തില്ല. എന്നാലും ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താ? ഇത് നിന്റെ അകത്തുകൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ ഈ ദൈവത്തിന്റെ വചനം നിന്നെ ശുദ്ധി ചെയ്യും. സ്തോത്രം. ഇപ്പൊ വചനത്താലുള്ള വിശുദ്ധീകരണം, അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഞാൻ ഓർത്തു, ഇന്ന് ഞങ്ങളുടെ ചർച്ചിലെ
ഒരു വീട്ടിൽ ഞാൻ പോയപ്പോൾ അവിടെ കുട്ടികളുണ്ട്. ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ നോട്ട്സൊക്കെ എഴുതിയെടുക്കുമല്ലോ? ഫിസിക്കൽ മീറ്റിങ്ങിന് അവരെല്ലാവരും നോട്ട്സ് എടുക്കും, ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഈ വെർച്വൽ മീറ്റിംഗ്സിന് ചിലപ്പോഴൊക്കെ വീഡിയോ ഓഫാ, അതുകൊണ്ട് വ്യക്തമായി കാണാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു. അപ്പം 2022 മുതൽക്ക് ഇങ്ങോട്ടുള്ള എല്ലാ യോഗങ്ങളുടെയും നോട്ട്സ് ആ കുട്ടികൾ എന്നെ കാണിച്ചു. പല ഡയറികളും ബുക്കുകളും ഒക്കെ നിറഞ്ഞു. പക്ഷെ ഇതിൽ പലതും ഇവർക്കറിയില്ല. പ്രസംഗിച്ച എനിക്ക് പോലും എല്ലാം ഓർമ്മയില്ല. ദാറ്റ് ഈസ് നാച്ചുറൽ. ഈ പ്രസംഗിച്ചതും കേട്ടതും എല്ലാം ഒന്നും നമുക്ക് എപ്പോഴും ഒന്നും ഓർമ്മയിരിക്കത്തില്ല. നമ്മളിപ്പോൾ എത്ര വർഷമായി എല്ലാ ദിവസവും ഇതുപോലെ വന്ന് മിനിമം 1 മണിക്കൂർ വെച്ചെങ്കിലും ദൈവവചനം കേൾക്കുന്നു എല്ലാ ദിവസവും. പക്ഷെ എല്ലാമൊന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കേൾക്കുന്ന ഈ വചനം നമ്മെ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുക. എത്രയോ സംഗതികൾ നമ്മുടെ അകത്തു നിന്നും അരുതാത്തതൊക്കെ മാറിപ്പോയിട്ടുണ്ട്. സ്തോത്രം. അരുതാത്തത് പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വചന പഠനത്താലും കേൾവിയാലും മാറിപ്പോയിട്ടുണ്ട്. ഇനിയും മാറും. സ്തോത്രം. ഇപ്പോൾ വചനത്താലുള്ള ശുദ്ധീകരണം. അങ്ങനെ പോയാൽ സമയം നമ്മുടെ മുമ്പിൽ നിൽക്കത്തില്ലല്ലോ, അല്പം കൂടെ ഓടിപ്പോകാം. അടുത്തത് 5-ാമത്തേത്, ബൈ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം. രക്തത്താലുള്ള ശുദ്ധീകരണം. ഇപ്പൊ നമ്മൾ വായിച്ച എബ്രായലേഖനം 13-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിലുണ്ട്. ഹീബ്രൂസ് 13:12. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന്. കണ്ടോ? സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന്. സ്തോത്രം. സ്വന്തം രക്തത്താൽ. പിന്നെ നമുക്ക് 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായത്തിന്റെ 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ മനഃപാഠമാ. മിക്കവാറും പ്രാർത്ഥനകളിൽ നമ്മൾ ഉരുവിടുന്നതുമാണ്. അവന്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. ഒരു രക്തത്താലുള്ള ശുദ്ധീകരണം, രക്തത്താലുള്ള കഴുകൽ ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം. രക്തത്താലുള്ളത്. 6, ബൈ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്താലുള്ള ശുദ്ധീകരണം. യേശുവിൻ്റെ നാമത്തിൽ. അത് നമ്മളിപ്പം വായിച്ചായിരുന്നു, എങ്കിലും ഒന്നും കൂടെ വായിച്ചോളൂ. 1 കൊരിന്ത്യർ 6:11 വാക്യം. 6:11 1 Corinthians. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കും. സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ നാമത്താൽ. യേശുവിൻ്റെ നാമം നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. ഇതിൻ്റെ ഒന്നും വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. വിഷയാസ്പദമായി ചിലതിവിടെ പറഞ്ഞു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് 7-ാമത്തേത്, ബൈ ചാസൈസ്മെന്റ്സ് or by chastenings God sanctifies us. ബാലശിക്ഷകളാൽ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുന്നു. ബാലശിക്ഷകളാൽ.
എബ്രായ ലേഖനം തന്നെ 12:10 വാക്യം. 12:10 ഹീബ്രൂസ്. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. 5 വാക്യം മുതൽക്ക് ഇങ്ങോട്ട് ബാലശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. 12:5 മുതൽക്ക് ബാലശിക്ഷയെ കുറിച്ച്. അതുകൊണ്ട് 10 വാക്യത്തിൽ പറയുന്ന ശിക്ഷ ബാലശിക്ഷയാണ്, ചാസൈസ്മെന്റ്. നമ്മളെല്ലാ തിരുവത്താഴ് സമയങ്ങളിലും 1 കൊരിന്ത്യർ 11:32 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്നും പറയാറുണ്ട്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് ദൈവം നമ്മെ ബാലശിക്ഷ കഴിക്കും. ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അപ്പോൾ ബാലശിക്ഷകളാലുള്ള ശുദ്ധീകരണം. ഇങ്ങനെ നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന് ദൈവം ഉപയോഗിക്കുന്ന വിവിധ മാധ്യമങ്ങളുണ്ട്. അതിൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഒരു മാധ്യമത്തെക്കുറിച്ച്. ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധീകരണത്തിന്റെ മാധ്യമമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതാണ് നാം എബ്രായ ലേഖനം 2:11 വാക്യത്തിൽ വായിച്ചത്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനത്രേ പിതാവ്. സ്തോത്രം. ഒരുവനല്ലോ പിതാവ്. അപ്പോൾ അവിടെയാണ് നാം കണ്ടത് വിശുദ്ധീകരിക്കുന്നവൻ ആരാണ്? യേശു ക്രിസ്തു. എങ്ങനെയാണെന്ന് നാം ചില വാക്യങ്ങളിലൂടെ കാണുകയുണ്ടായല്ലോ. സ്തോത്രം. നാം ഇതിനോടകം തന്നെ വായിച്ച വാക്യങ്ങൾ, ഇന്നലെയും അതിൽ ഒരു വാക്യം നമ്മൾ വായിച്ചിരുന്നു. എബ്രായ ലേഖനം 10:10 നമ്മൾ തൊട്ട് മുമ്പ് വായിച്ചു. 10:10 ഹീബ്രൂസ് we read a little while. അതുപോലെ 10:14 ഇന്നലെ വായിച്ചായിരുന്നു. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ നിന്ന്. സ്തോത്രം. അപ്പോൾ 10:10 10:14 അതുപോലെ 13:12 ഇന്നലെ നമ്മൾ വായിച്ച യോഹന്നാൻ 17:19 ആയിരുന്നു. ഇന്നലെ നമ്മൾ വായിച്ചത് യോഹന്നാൻ 17:19 അവസാനം വായിച്ച് നിർത്തിയത്. എബ്രായർ 10:10 നമ്മൾ തൊട്ട് മുമ്പ് കുറച്ചു മുമ്പ് വായിച്ചു. 10:14 ഒന്ന് വായിച്ചോളൂ. 10:14 ഹീബ്രൂസ്. For by a single offering he has perfected for all time those who are being sanctified. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്താൽ നമുക്ക് എന്ത് പൂർണ്ണത വരുത്തിയിരിക്കുന്നു? സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എങ്ങനെ? ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സ്തോത്രം. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ചാണ്. എബ്രായർ 2:11 വാക്യത്തെ നമുക്ക് ഈ വാക്യങ്ങളോട് കോർത്തിണക്കി യേശു എന്തുകൊണ്ട് വിശുദ്ധീകരിക്കുന്നവൻ എന്ന് കാണാം. Why Jesus is the one who sanctifies, or why he is sanctifier, one who sanctifies. 13:12 നമ്മളിപ്പോൾ 2 പ്രാവശ്യം തന്നെ വായിച്ചു കഴിഞ്ഞു. യേശു ക്രിസ്തു പാളയത്തിന് പുറത്തു പോയി കഷ്ടമനുഭവിച്ചതുകൊണ്ട് തൻ്റെ സ്വന്തം രക്തത്താൽ നമ്മെ
വിശുദ്ധീകരിക്കുന്നു എന്നുള്ളത്. സ്തോത്രം. അതുപോലെ യോഹന്നാൻ 17:19 ഇന്നലെ ഒടുവിൽ നമ്മൾ വായിച്ചു നിർത്തിയിരുന്നു. യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്നു ഇവരെ വിശുദ്ധീകരിക്കണമെന്ന്. എന്നിട്ട് അവര് വിശുദ്ധരായി തീരേണ്ടതിന്, യേശുവിന്റെ ശിഷ്യന്മാർ വിശുദ്ധരായി തീരേണ്ടതിന് കർത്താവ് പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഐ കോൺസീക്രേറ്റ് മൈസെൽഫ് for the sake of these people, the sake of his disciples, for their sanctification, for their sanctification. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് യേശുവാണ് വിശുദ്ധീകരിക്കുന്നയാള്. Christ is the one who sanctifies. How? എങ്ങനെയാണ് യേശു നമ്മെ വിശുദ്ധീകരിക്കുന്നത്? സ്തോത്രം. നാം ഈ വായിച്ച എല്ലാ വേദഭാഗങ്ങളിലും കണ്ടു, ക്രിസ്തു നമ്മെ വിശുദ്ധീകരിക്കുന്നത് തൻ്റെ സ്വന്ത രക്തത്താലാണ്. എബ്രായർ 9:11-12 കൂടെ വായിച്ചോളൂ. 9, 11 and 12. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. കണ്ടോ? അടുത്ത വാക്യവും നമുക്ക് വേണം 2 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഇവിടെ ക്രിസ്തു എങ്ങനെയല്ല നമ്മെ വിശുദ്ധീകരിക്കുന്നത് എന്ന് ആദ്യം പറഞ്ഞു. എങ്ങനെയല്ല? കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താൽ അല്ല. അത് തന്നെ നമ്മൾ 10-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലും കാണുന്നുണ്ട്. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഞാൻ ചേർത്ത് പറയുന്നു, അതുകൊണ്ട് 9:11 മുതൽക്കോട്ട് വരികയാണെങ്കിൽ, വിശുദ്ധ മന്ദിരത്തിൽ കയറി നമുക്ക് വേണ്ടി വിശുദ്ധീകരണം യേശുക്രിസ്തു നേടിയെടുത്തത് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താലല്ല. സ്തോത്രം. പിന്നെങ്ങനെയാണ്? സ്വന്തം രക്തത്താൽ, with his own blood. സ്തോത്രം. ഓൺ ബ്ലഡ്, സ്വന്തം രക്തത്താൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്യം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളത്. ഓർമ്മപ്പെടുത്തലാണ്, പുതുതായിട്ട് പറയുകയല്ല. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ഒരേ സമയം തന്നെ, ഓർമ്മയുണ്ടോ, യാഗവസ്തുവും യാഗ അർപ്പകനുമായിരുന്നു. ക്രൂശിലെ യേശുവിന്റെ മരണം നടക്കുമ്പോൾ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടും ആയിരുന്നു. ആ കുഞ്ഞാടിനെ യാഗം കഴിക്കുന്ന മഹാപുരോഹിതനും ആയിരുന്നു. While Jesus was crucified, he was at a time these two. One, he was the sacrificial or the paschal, yani Passover lamb offered up for the atonement or propitiation of humanity, as well as the high priest who offered that paschal lamb.
മനസ്സിലാവുന്നുണ്ടല്ലോ? ക്രൂശിലേശു മരിക്കുമ്പോൾ ഒരേ സമയം നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട യാഗവസ്തുവായ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടും, 2, ഈ യാഗം അർപ്പിച്ച് ആ വിശുദ്ധ രക്തം പിതൃസന്നിധിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനുമായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വെളിപ്പെടുന്ന 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. സ്തോത്രം. ഇനി എബ്രായർ 9 ബാക്കി. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. സ്തോത്രം. ആണ്ടിലൊരിക്കൽ ഇസ്രായേൽ മക്കളുടെ 7 വാർഷിക ഉത്സവങ്ങളിൽ ഒന്നിൽ ഒരു ചെമന്ന പശുക്കിടാവിനെ യാഗം കഴിക്കണം. എന്നിട്ട് അതിൻ്റെ ഉടല് പുറത്ത് വെച്ച് കത്തിച്ച് അതിൻ്റെ ചാമ്പൽ, അതിൻ്റെ ചാരം കലക്കി കൂടി വന്നിരിക്കുന്ന ജനത്തിൻ്റെ മേൽ ഈസോപ്പ് തണ്ടുകൊണ്ട് തളിക്കും. ഏത് സോപ്പാ? ഈ സോപ്പ്. ആ സോപ്പല്ല, ഈ സോപ്പ്. ഇന്നും പലർക്കും ഈ സോപ്പ് എന്ന് പറഞ്ഞാൽ ഏതോ സോപ്പാണെന്ന ധാരണ. അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാരെ പ്രസംഗിച്ച് ആൾക്കാരെ ആത്മാവിലാക്കുന്നതും കാണേണ്ട ദുര്യോഗം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് കേട്ട ചിലർ ഈ കൂട്ടത്തിലും ഉണ്ട്. ഈസോപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ സസ്യമാണ്, ഒരു ചെറിയ ചെടിയാ. ഒരു ചെടിയാ അത്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ വീട്ടിലെ പശുവും കോഴിയും ആടും ഒക്കെ ഉള്ള സമയമാണ്. മഴക്കാലമൊക്കെ ആയ ഭയങ്കര കൊതുക. ഇന്നത്തെ പോലെ കൊതുക് വലയോ വേറെ പരിപാടിയൊന്നും ഇല്ല. അന്നേരം ഈ ലോഷനൊക്കെ വെള്ളത്തിൽ കലക്കി ഇങ്ങനെ എരുത്തിലും വീടിന് ചുറ്റുമൊക്കെ തളിക്കും. അതിന് തളിക്കാൻ വേറെ ബ്രഷും ഒന്നുമില്ല. വാഴയുടെ ഇല വെട്ടിയിട്ട് അതിൻ്റെ ആ കമ്പല്ലല്ലോ, ആ വാഴ ഇലയുടെ ആ തണ്ട് അത് ഒന്ന് ചതയ്ക്കും. ചതച്ചിട്ട് അത് ഇതിനകത്ത് മുക്കി ഇങ്ങനെ തളിക്കുമായിരുന്നു. ഈ സോപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ആ ഒരു കുഞ്ഞിലെ കൊച്ചു പ്രായത്തിലെ ചിത്ര. വാഴത്തണ്ട് ചതച്ച് ഈ ലോഷനിൽ മുക്കിയിട്ട് തളിക്കുന്നത്. ഇതുപോലെ ഈ പ്രത്യേക ചെടി, അതിനെക്കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ പരാമർശങ്ങളുണ്ട്. അത് ചിലപ്പം നമ്മുടെ നാട്ടിലെ ഈ മഴ സമയത്ത് കയ്യാലയിലും കിണറിൻ്റെ ആ കല്ലിലും ഒക്കെ വളരുന്ന ഒരു തരം ചെറിയ സസ്യ. അത് ഈ രക്തം, ഈ
പശുഭസ്മവുമൊക്കെ മുക്കി തളിക്കാനായിട്ട് കൈമുക്കാതെ ഇതുകൊണ്ട് തളിക്കാനായിട്ട് ഉപയോഗിക്കുക. അതാണ് ഈ സോപ്പ് എന്ന് പറയുന്നത്. ഹിസോപ്പ്. സോപ്പ് എന്നൊരു ഉച്ചാരണമാണെന്നുണ്ടെങ്കിലും സോപ്പുമായിട്ടൊരു ബന്ധവും അതിനില്ല. ഇന്നും ചിലരൊക്കെ അറിഞ്ഞുകൂടാത്ത പെന്തക്കോസ്തുകാര് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഈ സോപ്പ് കൊണ്ട് എൻ്റെ മേൽ തളിക്കണമേ എന്ന്. ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണേന്ന്. പുതിയ നിയമത്തിൽ ഈ സോപ്പിന്റെ തളിപ്പൊന്നുമില്ല. അത് പഴയ നിയമകാലത്തായിരുന്നു. ഇപ്പോൾ നമുക്ക് യേശുവിന്റെ രക്തമാണ്. അതിന് ഹീസോപ്പും വാഴപ്പിണ്ടിയും വാഴയുടെ കൈയൊന്നും വേണ്ട. ദൈവമാണ് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എബ്രായർ 9:14 വാക്യത്തിൽ പറയുന്നത്, പഴയ നിയമ ആചാരത്തിൽ, വാർഷിക ആഘോഷത്തിൽ, ഉത്സവത്തിൽ ആ ചെമന്ന പശുവിനെ ചുട്ട് അതിൻ്റെ ചാമ്പല് കലക്കിയ വെള്ളം ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ തളിച്ചാൽ 1 വർഷത്തെ പാപം മായിച്ചു കിട്ടും. 1 വർഷത്തെ അപരാധത്തിന്റെ ഭാരത്തിൽ നിന്ന് അവര് ഒഴിവുള്ളവരാകും. അപ്പോസ്തലൻ ചോദിക്കുകയാണ്, അങ്ങനെ പശുഭസ്മം കലക്കിയ വെള്ളം തളിച്ച് ശുദ്ധീകരണം ആചരിച്ചിരുന്നെങ്കിൽ ദിവ്യാത്മാവിനാൽ തന്നെ ദൈവത്തിന് എങ്ങനെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ ജീവനുള്ള ക്രിസ്തുവിന്റെ രക്തം, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസാക്ഷിയെ എത്രയധികം വിശുദ്ധീകരിക്കും. അപ്പോൾ കണ്ടോ, ക്രിസ്തു എങ്ങനെ വിശുദ്ധീകരിക്കുന്നവനാകുന്നു എന്ന് എബ്രായ ലേഖകൻ തന്നെ നമ്മോട് പറയുന്നു. 2:11, 10:10, 10:14, 9:11 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ, താഴെയുമുണ്ട് 24 തൊട്ടുള്ള വാക്യങ്ങളിലും 9-ാം അധ്യായത്തിൽ അതേ വിഷയങ്ങൾ മറ്റൊരു രീതിയിൽ അപ്പോസ്തലൻ പരാമർശിക്കുന്നുണ്ട്. 13:12 ഇങ്ങനെ എബ്രായ ലേഖകൻ തന്നെ പല ഭാഗങ്ങളിലായി യേശു നമ്മുടെ വിശുദ്ധീകരണ മാധ്യമം എന്ന് പ്രസ്താവിക്കുന്നു, അല്ലെങ്കിൽ യേശു നമ്മെ ശുദ്ധീകരിക്കുന്നവൻ എന്ന് പ്രസ്താവിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ? ശരി, ഒന്നുമില്ല എങ്കിൽ ഈ വിശുദ്ധീകരണത്തിന്റെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. 2 important sides of the sanctification. 10:10 നമുക്കൊന്നും കൂടെ വായിക്കാം. 10:10 എബ്രായർ 10:10. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ടെൻസ് ഏതാണെന്ന് നോക്കിക്കേ. കാലം Present tense. ഒന്നും കൂടെ നോക്കിക്കേ. Past. Have പാസ്റ്റ് been. അല്ലേ? Are sanctified. ശരി, ശരി. Yes, we are sanctified or we have been sanctified. It's past tense. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്താൽ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ
ഒന്ന്, നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിന്റെ 14-ാം വാക്യം നോക്കിക്കാട്ടെ. 14. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സ്തോത്രം. അവിടെ കണ്ടോ, ഫോർ ബൈ വൺ ഓഫറിംഗ് he has perfected for all time those who are sanctified. Are being sanctified. So it's present continuous. Okay. For by one offering he has perfected for all time those who are sanctified. ഇവിടെ ഇതിനോട് ചേർത്ത് നമുക്ക് 2:11 കൂടെ വായിക്കാം. 2:11 once again. എല്ലാം എബ്രായ ലേഖനമാകട്ടോ, അതുകൊണ്ട് ആ പുസ്തകം എടുത്തു പറയാത്തത്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അവിടെ നാം കാണുന്നത് പ്രസന്റ് ടെൻസ്. ഒരിടത്ത് നമ്മൾ ഭൂതകാല പ്രയോഗവും മറ്റൊരിടത്ത് വർത്തമാനകാല പ്രയോഗവുമാണ് കാണുന്നത്. എന്നാൽ രണ്ടിടത്തും ഒരു കാര്യം ഓൾറെഡി ഡൺ വർക്ക്, ഡൺ ഡീൽ. എന്തുവാ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഡൺ ഡീൽ, നിവർത്തിക്കപ്പെട്ടത്, പൂർത്തീകരിക്കപ്പെട്ട ഒന്നുണ്ട്. അതെന്തുവാ? തെറ്റിയാലും സാരമില്ല, പറഞ്ഞു. Sanctification. നോ. Sacrifice. Yeah. Sacrifice. Sacrifice. The very foundation for sanctification. ഒരു കാര്യം നിവർത്തിക്കപ്പെട്ടതാണ്. One thing is a finished work. The finished work is the sacrifice of the sanctifier. വിശുദ്ധീകരിക്കുന്നവന്റെ യാഗമാണ് നിവർത്തിക്കപ്പെട്ട കാര്യം. നിവർത്തിക്കപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഇറ്റ്സ് എ ഫിനിഷ്ഡ് വർക്ക്. യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചത് കണ്ടോ, നിവർത്തിച്ചത്, അത് നിവർത്തിക്കപ്പെട്ടു കഴിഞ്ഞു. അത് നിവർത്തിക്കപ്പെട്ടു കഴിഞ്ഞു. അത് പൂർത്തീകരിക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. അതിലിനിയും ഒന്നും ബാക്കി ശേഷിക്കുന്നില്ല. ഫിനിഷ്ഡ് വർക്ക്. ആ ഫിനിഷ്ഡ് വർക്ക്, യേശുവിൻ്റെ ക്രൂശിലെ യാഗമെന്ന നിവർത്തിക്കപ്പെട്ട പ്രവൃത്തിയാൽ ആണ് നമുക്ക് വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണത്തിന്റെ 2 ഭാഗങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്ന് നമ്മൾ 10-ാം വാക്യം 10:10 വായിച്ചു. ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ്സ് ഡൺ, പാസ്റ്റ് ടെൻസ്. അതിനെ വിശുദ്ധീകരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ആ പേരുകൾ ഞാനങ്ങ് പറയാം, അപ്പോൾ എളുപ്പമാകും. വിശുദ്ധീകരണത്തിന്റെ 2
വശങ്ങൾ അഥവാ രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, മറ്റൊന്ന് പ്രാക്ടിക്കൽ ഓർ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. രണ്ടെണ്ണം. ഒന്ന് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, രണ്ട് പ്രാക്ടിക്കൽ ഓർ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. വിശുദ്ധീകരണത്തിന്റെ രണ്ട് വശങ്ങൾ. ഒന്ന് പൊസിഷണൽ എന്ന് വെച്ചാൽ സ്ഥാനീയമായി ഉള്ള വിശുദ്ധീകരണമാണ്. സ്ഥാനീയമായി ഉള്ള വിശുദ്ധീകരണം. രണ്ടാമത്തേത് പ്രായോഗികമായി ഉള്ള വിശുദ്ധീകരണം. പ്രായോഗികമായ വിശുദ്ധീകരണം. ആ പ്രായോഗികമായ വിശുദ്ധീകരണത്തിനുള്ള മറ്റൊരു പേരാണ് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. എന്ന് വെച്ചാൽ തുടർമാനമായ വിശുദ്ധീകരണം. സ്തോത്രം. തുടർമാനമായ വിശുദ്ധീകരണം. ഈ വിശുദ്ധീകരണവും തേജസ്കരണവും തമ്മിലും വളരെ ബന്ധമുണ്ട്. Sanctification and glorification are also very much connected. F.F. ബ്രൂസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, for sanctification is glory begun, and glory is sanctification completed. F.F. ബ്രൂസ്, B-R-U-C-E, ബ്രൂസ്. അദ്ദേഹം പറഞ്ഞതാണ്, for sanctification is glory begun. വിശുദ്ധീകരണം എന്ന് വെച്ചാൽ തേജസ്സിന്റെ തുടക്കമാണ്. അഥവാ തേജസ്കരണം ആരംഭിച്ചു. പിന്നെ പറയുന്നു, ആൻഡ് ഗ്ലോറി ഓർ ഗ്ലോറിഫിക്കേഷൻ ഈസ് സാങ്ക്ടിഫിക്കേഷൻ കംപ്ലീറ്റഡ്. തേജസ്കരണം അഥവാ തേജസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണം പൂർണ്ണമായി എന്ന്. മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ? സ്തോത്രം. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ തേജസ് തുടങ്ങി അല്ലെങ്കിൽ തേജസ്കരണം ആരംഭിച്ചു എന്നും, തേജസ് അഥവാ തേജസ്കരണം എന്നാൽ വിശുദ്ധീകരണം പൂർത്തീകരിച്ചു എന്നുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആയുഷ്കാലത്ത് ഒരിക്കലും നമ്മൾ വിശുദ്ധി തികഞ്ഞവരായി തീരുന്നില്ല. വിശുദ്ധിയുടെ തികവ് എന്ന് പറയുന്നത് തേജസ്കരണമാണ്. സ്തോത്രം. നാം തേജസ്കരണം പ്രാപിക്കുന്നത് വരെയും വിശുദ്ധീകരണത്തിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യണം. പുരോഗമിച്ച് കയറി പോകണം. ഇപ്പൊ നമ്മൾ കണ്ടു വിശുദ്ധീകരണത്തിന്റെ രണ്ട് മുഖങ്ങൾ. അതിലൊന്ന് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. അതിനെയാണ് 10-10 നമ്മൾ കണ്ടത്. യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ. നമ്മൾ സ്വർഗീയ പിതാവേ നിൻ തിരുഹിതമെന്ന പാട്ടിനകത്ത് ഇതൊക്കെ പാടാറുണ്ട്. ആ പാട്ടൊക്കെ മിക്കവാറും ഒക്കെ മറന്നുപോയതുപോലെയാ. പല സഭകളിലും അതൊന്നും പാടാറില്ല. ഞങ്ങളുടെ ചർച്ചില് ഹിന്ദി ആയതുകൊണ്ട്
ഈ മലയാളം പാട്ടുകളൊന്നും പാടാറേ ഇല്ല. വീട്ടിലും മിക്കപ്പോഴും ഹിന്ദി പാട്ടുകളാണ്. അപ്പോൾ ഇവിടെ പറയുന്നു യേശുക്രിസ്തു കഴിച്ച ഏക ശരീരയാഗത്താണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അത് യേശുക്രിസ്തുവിൽ നമ്മെ ഇറക്കി നിർത്തി വിശുദ്ധീകരിക്കുന്ന വിശുദ്ധീകരണമാണ്, അല്ലെങ്കിൽ ശുദ്ധീകരണമാണ്. 1 കൊരിന്ത്യർ 1:2 വാക്യം ഒന്ന് വായിച്ചോളൂ. 1 Corinthians 1:2. ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും മതി നമ്മുടെ തൽക്കാലം. ബാക്കി അതിന് ശേഷം വേണം. ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ, അതിന്റെ പേരാണ് പൊസിഷണൽ ഹോളിനെസ്. ഇൻ ക്രൈസ്റ്റ് വി ആർ സാങ്ക്ടിഫൈഡ്. യേശു ക്രിസ്തുവിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. പൊസിഷൻ, യേശുവിലേക്ക് നമ്മെ ഇറക്കി നിർത്തി. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ്, പറയാമോ എന്താണെന്ന്? നീതീകരണം. യെസ്. ഈ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷന് ഓൾറെഡി ഡൺ, പാസ്റ്റ് ടെൻസിൽ പറഞ്ഞിരിക്കുന്ന ഈ ശുദ്ധീകരണത്തിന് പറയുന്ന മറ്റൊരു പേരാണ് നീതീകരണം. സ്തോത്രം. 3 പടികളാണെന്ന് നമുക്കറിയാമല്ലോ. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. ഈ 3 പടികളാണ്. 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്കരണം. അതിലെ നീതീകരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണം തുടങ്ങുന്നു എന്നാണ്. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണത്തിൽ വളർന്നു വരുന്നു എന്നാണ്. തേജസ്കരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണം പൂർണ്ണമായി എന്നാണ്. മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ? ആവർത്തിക്കണോ? ഒന്നുകൂടെ പറയണം. പറയാം. ഇതിനെ 3നെയും നമുക്ക് വിശുദ്ധീകരണം എന്ന ആ പദം കൊണ്ട് തന്നെ വിവക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നീതീകരണത്തെ നമുക്ക് എന്ത് വിളിക്കാം? സാങ്ക്ടിഫിക്കേഷൻ ബിഗൻ. വിശുദ്ധീകരണം തുടങ്ങി. വിശുദ്ധീകരണത്തിന്റെ തുടക്കമാണ് നീതീകരണം. 2 സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്ന പദം തന്നെ. അതിന് എന്താ മനസ്സിലാക്കേണ്ടത്? പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ, ഗ്രോയിങ് ഇൻ ദ പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിലെ വളർച്ചയാണത്. പുരോഗമനപരമായ വിശുദ്ധീകരണമാണ് നമ്മൾ സാധാരണ വിശുദ്ധീകരണം എന്ന് പറയുന്ന കാര്യം. തേജസ്കരണത്തിന് പറയാൻ പറ്റുന്ന പേരാണ് സാങ്ക്ടിഫിക്കേഷൻ കംപ്ലീറ്റഡ്. വിശുദ്ധീകരണം പൂർണ്ണമാകുന്നു. അപ്പോൾ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്ന 3 കാര്യങ്ങളെ നമുക്ക് വിശുദ്ധീകരണം എന്ന് തന്നെ നാമകരണം ചെയ്തുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. നീതീകരണം എന്നാൽ വിശുദ്ധീകരണത്തിന്റെ തുടക്കം, പൊസിഷണൽ
സാങ്ക്ടിഫിക്കേഷൻ. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണ പ്രക്രിയയിലെ പുരോഗമനം, വളർച്ച, പ്രതിദിനം, പ്രതി നിമിഷം. മൂന്നാമത് തേജസ്കരണം എന്ന് വെച്ചാൽ വിശുദ്ധീകരണം പൂർണ്ണമാകുന്നു. അപ്പോൾ 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ നമ്മെ യേശുവിലേക്ക് ഇറക്കി നിർത്തി. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നമ്മെ നീതീകരിച്ചു അഥവാ വിശുദ്ധീകരിച്ചു. ദാറ്റ് ഈസ് കംപ്ലീറ്റഡ്. ബട്ട് സാങ്ക്ടിഫിക്കേഷൻ ഈസ് നോട്ട് ഫിനിഷ്ഡ്. അതിനാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വായിച്ച 10:14 2:11 യേശുവിൻ്റെ ശരീരയാഗം പൂർണ്ണമായി. പക്ഷേ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധീകരണ പ്രക്രിയ ഇപ്പോഴും പുരോഗമനപരമായി നടന്നുകൊണ്ടിരിക്കുന്നു. On the finished work of Jesus Christ on the cross, as long as the saints are alive, the sanctification process is going on. That's a present, continuous process. The very effect of the finished work of Jesus on the cross. Stotram. That will pursue, that will continue till we achieve glorification. Stotram. മനസ്സിലാവുന്നുണ്ടല്ലോ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിവർത്തിക്കപ്പെട്ട പരമയാഗത്തെ ആസ്പദമാക്കിക്കൊണ്ട്, സ്തോത്രം, ആസ്പദമാക്കിക്കൊണ്ട് ദൈവം നമ്മെ ക്രിസ്തുവിൽ നീതീകരിച്ചു. ആ നീതീകരിച്ചത് ഭൂതകാല പ്രയോഗമാണ്. അത് ക്രിസ്തുവിൽ ഉള്ള വിശുദ്ധീകരണത്തിന്റെ അവസ്ഥയാണ്. യെസ്, താങ്ക് യു. അപ്പോൾ തന്നെ അതേ ക്രൂശീകരണത്താൽ നാം തേജസ്കരണം പ്രാപിക്കുവോളം വിശുദ്ധീകരണത്തിൽ വളർന്ന് 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 വരേണ്ടിയിരിക്കുന്നു. സ്തോത്രം. കർത്താവ് നമുക്കതിനു വേണ്ടി ഒരുക്കിയ കാൽവറി ക്രൂശിനായി സ്തോത്രം. നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ പാപങ്ങളെ പോക്കി നീതീകരിച്ച് ദൈവത്തിന്റെ മക്കളാക്കി തീർത്തതിനായി സ്തോത്രം. കൊരിന്ത്യലേഖനത്തിൽ ബാക്കി വേണമെന്ന് ഞാൻ പറഞ്ഞ ഭാഗം വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്ന മലയാളത്തിൽ യേശുക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും 1 കൊരിന്ത്യർ 1:2 ക്രിസ്തുവേശുവിൽ ഒന്ന് വായിച്ചങ്ങ് നിർത്താം നമുക്ക്. ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയവർക്ക് തന്നെ എഴുതും. മലയാളത്തിൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്ന്. ഇംഗ്ലീഷിൽ ആ ഭാഗം എങ്ങനെ കൊടുത്തിരിക്കുന്നത്? Those who called to be saints. Called to be saints. അതിന്റെ പേരാണ് പ്രോഗ്രസീവ്
holiness. Initially, we were sanctified in Christ, positional holiness. Then we are called to be saints, about practical holiness, progressive holiness. യേശുക്രിസ്തുവിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടു, അത് നീതീകരണം. എന്നാൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്ന് മലയാളത്തിൽ കാണുന്നതിൻ്റെ ശരിയായ തർജ്ജമ വിശുദ്ധന്മാരാകുവാൻ വിളിക്കപ്പെട്ടവർ എന്നാണ്. വിശുദ്ധന്മാർ ആകുവാൻ വിളിക്കപ്പെട്ടവർ. അതിനെയാണ് പ്രായോഗിക വിശുദ്ധീകരണം എന്ന് പറയുന്നത്, അഥവാ പ്രോഗ്രസീവ് ഹോളിനെസ്. പുരോഗമനപരമായ, വളർച്ചാപരമായ വിശുദ്ധീകരണം. നാം ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും പ്രായോഗികമായി വളർന്ന് വിശുദ്ധിയിൽ തികഞ്ഞവരായി തേജസ് പ്രാപിക്കേണ്ടതിന് നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ബാക്കി ഭാഗം കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് നാളെ രാത്രി ഇന്ത്യൻ ടൈം 8:30 മുതൽ വീണ്ടും പഠിക്കാം. അതുവരെയും ദൈവം അവിടെ നമ്മെ സൂക്ഷിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.